Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്പഞ്ച് കേക്ക് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ടീ കേക്ക് ആയിട്ടാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ബീറ്ററിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലാണ് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചായ കുടിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ വിചാരിച്ചെന്നാൽ ഇതുപോലത്തെ ഒരു സൂപ്പർ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സി എടുത്തിട്ടുണ്ട്. ഈ മിക്സിക്കകത്തോട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു എന്താ പറയുക വെറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് 1/2 കപ്പോളം ഉള്ള ഓയിലാണ്. അത് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്, അതായത് 125 ml ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടു, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോളം ഉള്ള പഞ്ചസാര ഇട്ടു കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 2 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വെനില എസൻസ് ചേർക്കണം. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ഫ്ലേവറിനായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ 1 ടീസ്പൂണോളമുള്ള വെനില എസൻസ് ചേർത്തു. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളമുള്ള മൈദയുടെ പൊടി, ഓൾ പർപ്പസ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മൈദപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റോളം നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു തിക്കായിട്ടുള്ളത് അന്ന് അത്യാവശ്യം ലൂസായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക വെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ടാണ് നമ്മളിനി മൈദാപ്പൊടി ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ അതിന് മുന്നേ അരിപ്പയിൽ വേണം ചേർക്കാനായിട്ട്. അരിപ്പയിൽ നമ്മൾ ഈ എല്ലാ പൊടികളിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ എല്ലാം മിക്സായി കിട്ടും. അപ്പോൾ ആദ്യം ഈ അരിപ്പയിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 കപ്പോളം ഉള്ള മൈദയുടെ പൊടിയാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഇതിനകത്തോട്ട് 2 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് 1 നുള്ളോളമുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, ഇതിനകത്തുള്ള മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരിപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കട്ടകൾ ഇങ്ങനെ നമ്മുടെ അരിപ്പയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ കട്ടകളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട, നമുക്ക് എടുത്ത് കളയാം. വേണമെന്നുണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇച്ചിരി പൊടി കിട്ടും. ബാക്കി വരുന്ന പൊടി ഇതുപോലെ ഈ ലംസ് അല്ലെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുന്നത് നമുക്കൊന്ന് കളയാം കേട്ടോ. ഇനി ഈ ഒരു പൗഡറിനകത്തോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ, നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മിക്സ്ചർ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ച് തന്നെ ഒഴിക്കാം. ഇനി ഇതിനകത്ത് ചിലപ്പം നമുക്ക് 2 തരത്തിൽ വരാം. ചിലപ്പോൾ നല്ലതുപോലെ തിക്കായി, ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ തിക്കായി വരുവാണെന്നുണ്ടെങ്കിൽ ലൂസ് ആവാൻ വേണ്ടി ഇച്ചിരി ഒന്നില്ലെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ല, അത് ഒത്തിരി ലൂസായി പോയി കുറച്ച് അങ്ങ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം, കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയോ മൈദാപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ടൂട്ടി ഫ്രൂട്ടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. തണ്ണീർമത്തൻ്റെ തൊലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ തൊണ്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം, ഒന്ന് പോയി കണ്ടോട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്കിനകത്ത് ഇതിടും, ഈ ഒരു ബാറ്ററിനകത്ത് ഇതിടുമ്പോഴത്തേക്കും അത് ഒത്തിരി അങ്ങ് ഒട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു എന്താ പറയുക ഈ ഒരു മൈദപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓവനിലൊന്നുമല്ല. ഓവനിൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഈ ഒരു ബാറ്റർ ഒരു കേക്കിൻ്റെ ടിന്നിലോട്ടൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വെച്ചിട്ട് പിന്നെ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയുള്ള സമയത്തിൽ നമുക്ക് വെക്കാം കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതാ ഞാനിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാൻ പോവാണ്. ഇതൊരു കേക്ക് ടിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ ബട്ടർ പേപ്പറാണ് വെക്കുന്നത്. ബട്ടർ പേപ്പർ വെക്കുന്നതിന് മുന്നേ ഞാൻ ഈ ബട്ടർ പേപ്പർ ഒന്ന് ഗ്രീസി ആക്കുക, ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം, സൈഡുകളിലും എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ നല്ലതുപോലെ നല്ല സ്റ്റിഫായിട്ട് നല്ല സ്റ്റിക്ക് ഓൺ ആയിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും. അത് തെന്നി മാറിപ്പോകത്തില്ല. കണ്ടോ, നല്ല എന്താ പറയുക, ഒട്ടി അങ്ങ് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഗ്രീസ് ചെയ്യാൻ വേണ്ടി ബട്ടറൊക്കെ തൂക്കുന്നത്. ഇനി നമുക്ക് ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് തട്ടി കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബാറ്റർ ഒന്ന് ഒഴിക്കുകയാണ്. അപ്പോൾ അത് ബാറ്ററൊക്കെ നമ്മുടെ കേക്ക് ടിന്നിൽ ഒഴിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ടീ കേക്കിനകത്തും ടൂട്ടി ഫ്രൂട്ടി ഇല്ലല്ലോ, ചിലതിന് മാത്രമേ അത് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ആ പാത്രം ഞാനൊരു 5 മിനിറ്റോളം ഞാനത് വളരെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനതൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് വെച്ചിട്ട്, ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹോൾഡറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓവൻ എങ്ങനെയാണ് പ്രീ ഹീറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേണം നമ്മൾ ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാനിതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കി, നമ്മുടെ കേക്കൊക്കെ ആ ഒരു ടീ കേക്കിൻ്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു കളറിനകത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു കാര്യം, നമ്മളിതൊന്ന് കേക്കിൻ്റെ വേവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാകമായോ എന്ന് അറിയാനായിട്ട് ഇതുപോലത്തെ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു സ്പൂണല്ല ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുത്ത് നോക്കാം. എന്നിട്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല, ഈ ഒരു നമ്മൾ കുത്തുന്ന സാധനത്തിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആയിന്നാണ്. അല്ലെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ച് നമുക്കിതൊന്ന് ആക്കണം കേട്ടോ. പിന്നെ ഞാനിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഒരു 20 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റാണ്. കൈ പൊള്ളാതെ സൂക്ഷിച്ചെടുക്കണം, നല്ല ചൂടായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീൽ പാത്രത്തിന് പകരം, ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡിന് പകരം നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉപ്പൊന്ന് വെതിറിയിട്ട് അതിൻ്റെ മേലെ പാത്രം വെച്ചാലും നമുക്ക് മതി കേട്ടോ. ഇനിയിപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ സ്റ്റീൽ പാത്രം ഒന്ന് കമത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ കേക്ക് വെച്ചിരിക്കുന്ന ഒരു പാത്രം വെച്ച് കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ അതിന് മുന്നേ തന്നെ പതുക്കെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒരു ഒരു സ്പാച്ചില വെച്ചിട്ട് ഞാനതൊന്ന് വിടിവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പോരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിനകത്തോട്ട് ഇതൊന്ന് കമത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് ഗ്രീസ് ചെയ്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ പേപ്പറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കൊന്ന് ബട്ടർ പേപ്പർ ഒന്ന് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക്, ടീ കേക്ക് ഇവിടെ റെഡിയാണ്. ഈ മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആകെ കൂടി എടുത്തത് ഒരു 5 മിനിറ്റേ നമ്മളതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ബാക്കി 25 മിനിറ്റോളം നമ്മൾ എടുത്തിട്ടുള്ളത് കേക്ക് ബേക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റോളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ടീ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ടീ കേക്ക് അല്ലെങ്കിൽ സ്പഞ്ച് കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ എന്താ പറയുക, നമുക്ക് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള കേക്കുകൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കേക്ക് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്, അതിൻ്റെ പേര് പോലെ തന്നെ സ്പഞ്ചിയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ച് കാണിക്കാം, എന്നിട്ട് ഞാൻ അതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഈ കേക്ക്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു ടൂട്ടി ഫ്രൂട്ടി മാത്രം ഇതിനകത്തുനിന്ന് നമുക്ക് അത് ഓപ്ഷണൽ
ഓപ്ഷണലായിട്ട് നമുക്ക് അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതില്ലാന്ന് ഓർത്ത് നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. കുഞ്ഞുങ്ങൾക്ക് ചായയുടെ കൂടെ, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഇനി ഓവൻ ഇല്ല, ബീറ്റർ ഇല്ല എന്നൊന്നും ഓർത്ത് ആരും ഇനി വിഷമിക്കേണ്ട. മിക്സിയിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചിലവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ഈ ഒരു മൈദപ്പൊടിയൊക്കെ ഈ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്തുകൂടെയെന്ന്. അന്നേരം ഈ ഒരു സോഫ്റ്റ്നെസ്സോ ഒന്നും കിട്ടത്തില്ല. നമ്മളൊരു ഈ മൈദപ്പൊടി മിക്സിയിൽ അകത്ത് ഇട്ട് അടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പതുക്കെ ഫോൾഡ് ചെയ്യാമെന്നാണ് പറയുക. വളരെ പതുക്കെ തന്നെ നമ്മൾ ആ ഒരു ഈ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടിനകത്ത് വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കേക്ക് സോഫ്റ്റായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.